നമസ്കാരം. സംവിധായകൻ കമലാണ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക്. ഉട്ടോപ്പിയയിലെ രാജാവ് ഒരു സമ്പൂർണ്ണ ആക്ഷേപഹാസ്യ സിനിമ പുറത്തിറക്കിയിട്ടിരിക്കുകയാണ്. അടുത്ത കാലത്തൊന്നും മലയാളത്തിൽ അങ്ങനെ ഒരു സമ്പൂർണ്ണമായ ആക്ഷേപഹാസ്യ സിനിമയ്ക്കുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ പഞ്ചവടിപ്പാലം, പിന്നെ സന്ദേശത്തെയൊക്കെയാണ് നമ്മൾ എടുത്തു പറയുക. അതിനുശേഷമുള്ള കാത്തിരിപ്പിന് ശേഷമുള്ള ഒരു സമ്പൂർണ്ണ ആക്ഷേപഹാസ്യ ചിത്രം എന്നുള്ള നിലയിൽ താങ്കൾ തൃപ്തനാണോ? തീർച്ചയായിട്ടും ആ ഒരു പാറ്റേണിലുള്ള സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് പൂർണ്ണമായ തൃപ്തിയുണ്ട്. പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യം എന്നുള്ള രീതിയിൽ നമുക്ക് സമീപിക്കുമ്പോൾ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഇതുണ്ടല്ലോ, സമകാലീന രാഷ്ട്രീയം, ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം, ഇതൊക്കെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളൊരു വലിയ വെല്ലുവിളിയുണ്ട്. അത് എത്രമാത്രം എല്ലാ പ്രേക്ഷകരിലേക്ക് എത്തും നമുക്കറിയില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു സിനിമ ഉണ്ടാകേണ്ടതാണ്, ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യം ആണെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു സിനിമയെ സമീപിച്ചത്. മമ്മൂട്ടി എന്ന മഹാനടൻ്റെ സാന്നിധ്യമുള്ള സിനിമയാണ്. കമൽ ഒരു ഹിറ്റ് മേക്കറുമാണ്. പക്ഷേ താങ്കൾ ഉദ്ദേശിച്ച വാണിജ്യ വിജയം ഉട്ടോപ്പിയയിലെ രാജാവിന് നേടാൻ കഴിയുന്നുണ്ടോ? ഒരു വലിയ വിജയം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം പ്രൊഡ്യൂസർക്ക് നഷ്ടമില്ലാത്തൊരു സിനിമ ഉണ്ടാകുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഓണക്കാലത്ത് ഇങ്ങനൊരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഒരു ടോട്ടലി എൻ്റർടൈനറായിട്ടൊരു സിനിമയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതല്ലാത്തൊരു സിനിമയെ സമീപിക്കുമ്പോൾ പ്രൊഡ്യൂസറും പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ച് ദിവസങ്ങൾ ഓടിയാൽ മതി, പക്ഷേ ഈ സിനിമ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തണം. അത് പ്രത്യേകിച്ചും മമ്മൂട്ടിയെ പോലെ ഒരു നടൻ താല്പര്യം എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ വന്നത്. എനിക്കതൊരു വലിയ സന്തോഷമുണ്ട്. കാരണം ഈ സിനിമയിലേക്ക് ഞാൻ എത്തുന്നത് ത്രൂ മമ്മൂട്ടിയാണ്. അതല്ലാതെ തിരക്കഥാകൃത്ത് എൻ്റെ അടുത്ത് നേരിട്ട് കഥ പറയുകയല്ല. ഈ കഥാകൃത്ത് മമ്മൂട്ടിയോട് ഇങ്ങനെ ഒരു വിഷയം സംസാരിച്ചിട്ട് മമ്മൂട്ടിയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, തനിക്കത് ചെയ്യാൻ പറ്റും, താനൊന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് തന്നെ വരുന്നത്, ഈ കഥയിലേക്ക് വരുന്നത്. പഞ്ചവടിപ്പാലവും അതുപോലെ സന്ദേശവും ഒക്കെ തന്നെയും അത് പഞ്ചവടിപ്പാലമാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഒരു അപജയം എന്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. സന്ദേശം ഒരു ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇവിടെ ഉട്ടോപ്പിയയിലെ രാജാവിൽ പുതിയ ചില ബിംബങ്ങളെ കാണിക്കാൻ കമൽ ശ്രമിച്ചിട്ടുണ്ട്. ആ ബിംബം ചില പ്രതീകങ്ങളാണ്. ആ പ്രതീകങ്ങളായിട്ട് തന്നെയാണ് നമ്മളതിനെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ യേശു വന്നിട്ട് കഥ പറയുന്നുണ്ട്, പ്രതിമ സംസാരിക്കുന്നുണ്ട്. പ്രതിമ ഒരു കഥാപാത്രമാണ്. പ്രതിമ ആണെങ്കിൽ ഒരു ബിംബം. നമ്മൾ പലതിനെയും ബിംബവൽക്കരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ രാഷ്ട്രീയക്കാരായാലും ശരി, ഈവൻ സിനിമാ താരങ്ങളെയൊക്കെ നമ്മൾ ചില ബിംബങ്ങളാക്കി മാറ്റുന്നുണ്ട്. ഈ ബിംബങ്ങളെ നമുക്ക് ആവശ്യമുണ്ടോ എന്നുകൂടി ആ സിനിമയിൽ പറയുന്നുണ്ട്. അതാണ് ആ സിനിമയുടെ അവസാനത്തിൽ ഈ പ്രതിമ കാണുന്നില്ല എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ആ പടം കൊണ്ട് നിർത്തുന്നത്. നമുക്ക് ബിംബം ആവശ്യമില്ല, അല്ലെങ്കിൽ ബിംബവൽക്കരിക്കേണ്ടതില്ല എന്നുള്ളൊരു സൂചനയാണ്. ആ സൂചനകൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൽ ഉദ്ദേശിച്ചത്. കമൽ ഒരു ഇടതുപക്ഷക്കാരനല്ലേ, ആണോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആളാണ് ഞാൻ, അത് യാതൊരു സംശയമില്ല. പല തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും കമൽ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് കേൾക്കുന്നത് ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടതുപക്ഷക്കാരനല്ലേ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചത്. അപ്പോൾ ആ നിലയിൽ ചില രാഷ്ട്രീയം നമുക്ക് സിനിമയിലൂടെ ആണെങ്കിൽ പോലും പറഞ്ഞു വെക്കേണ്ടതുണ്ട് എന്ന് ഈ കാലഘട്ടത്തിൽ കമലിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരു ബാധ്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ചും മതങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ കൂടുതൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, മതവൽക്കരിക്കുന്നുണ്ട് നമ്മളെല്ലാത്തിനെയും. സാമൂഹ്യ ഇടപെടലുകളെ പോലും മതം വല്ലാതെ സ്വാധീനിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ആ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചേ പറ്റൂ. മീഡിയ മൊത്തത്തിൽ രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു, പ്രസിദ്ധീകരണങ്ങളും എല്ലാ സമൂഹത്തിന് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ കലാപ്രവർത്തനവും ഒരുപക്ഷെ നമ്മുടെ മാറ്റങ്ങളെ ഉൾക്കൊള്ളും. സിനിമ അത് വളരെ പിന്നിലാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണത്? എനിക്ക് തോന്നുന്നത് കുറേ പിന്തിരിപ്പ് ചിന്താഗതിയുള്ളവർ ഈ കലാരംഗത്തുണ്ടെന്നുള്ളത് സത്യമാണ്. അതിലുപരി ഒരു രാഷ്ട്രീയ ബോധം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളെയും സമീപിക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, പുതിയ തലമുറയുടെ കാര്യം തന്നെ എടുക്കാം, അവർ രാഷ്ട്രീയത്തെ അത്ര സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. എൻ്റെ അറിവിൽ കമൽ ഒരു ഫോർമുലാസ് ഫിലിം മേക്കറാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി കമൽ ഉട്ടോപ്പിയയിലെ രാജാവിലേക്ക് എത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ബോധപൂർവമാണോ? അങ്ങനെ പൂർണ്ണമായിട്ട് എത്തിയെന്ന് പറയാൻ പറ്റില്ല. ഉട്ടോപ്പിയയിലെ രാജാവ് ഫോർമുലകളില്ലാത്തൊരു സിനിമയൊന്നുമല്ല. ഇപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന താരമുള്ളപ്പോൾ തന്നെ ഒരു ഫോർമുല അവിടെയുണ്ട്. കാരണം താരത്തെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഫോർമുല അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു ഫോർമുല സംവിധായകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം പലപ്പോഴും ഞാൻ അതിനോട് കലഹിച്ചിട്ടുള്ള ഒരാളാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ മമ്മൂട്ടിയെ മോഹൻലാലിനെ വെച്ചിട്ട് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളിലൊന്നും ഞാൻ മമ്മൂട്ടിയോ മോഹൻലാലിനെ ഒരു താരം എന്നുള്ള രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. 90കളിലെ യുവതയെ സംബന്ധിച്ച് അവരെ അഭിസംബോധന ചെയ്യുന്ന സിനിമയായിരുന്നു നിറം. അത് വലിയ ഹിറ്റായി. അതേപോലെ 2015 പ്രേമം ഹിറ്റാവുന്നു. താങ്കൾ അപ്പോൾ അതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുതിയ കാലത്തിൻ്റെ ഫോർമുലയോട് ഇണങ്ങിപ്പോകാൻ പറ്റുന്നില്ലേ? ഇണങ്ങിപ്പോകത്തല്ല, ഞാൻ വിമർശിക്കുന്ന ഒരിക്കലും അതിൻ്റെ ആ സിനിമ എന്നുള്ള രീതിയിലല്ല അതിനെ വിമർശിച്ചത്. അതൊരു വേറൊരു കോണ്ടസ്റ്റിലാണ്. അത് ഞാൻ പലയിടത്തും പറഞ്ഞു കഴിഞ്ഞു. കാരണം അത് സിനിമയോടുള്ള വിമർശനമായിരുന്നില്ല.
അതിപ്പോൾ മാധ്യമങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതിന് എനിക്കൊന്നും പറയാനില്ല. അത് അന്നത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ആ ഒരു സിനിമയുടെ പൈറസി വലിയൊരു സംഭവമായിട്ട് അതിനു മുമ്പ് ഒരിക്കലും ഇവിടെ സംഭവിക്കാത്ത രീതിയിൽ മാധ്യമങ്ങളൊക്കെ ഘോഷിച്ചപ്പോൾ ഇവിടുത്തെ പോലീസും ഭരണകൂടമൊക്കെ അത് വലിയൊരു സംഭവമാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ സിനിമയുടെ പൈറസിയെക്കുറിച്ച് ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളൊരു പരിദേവനമായിരുന്നു അത്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇവിടെ പൈറസി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമയ്ക്ക് അതിൻ്റെ ഒരു വാണിജ്യ വിജയമായിരുന്നോ ഈ പറയുന്ന താല്പര്യങ്ങൾ ഉണ്ടാകാൻ കാരണം എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അതിന് മാത്രം ഒരു മൂല്യം ആ സിനിമയ്ക്ക് കൽപ്പിക്കേണ്ടതുണ്ടെന്നുള്ളതായിരുന്നു ആ ചോദ്യം. അല്ലാതെ എനിക്ക് അത്തരം സിനിമകളോട് ഒരിക്കലും ആഭിമുഖ്യമില്ലാത്ത ഒരാളല്ല. ആ സിനിമയുടെ കണ്ടന്റിനെ വിമർശിച്ചിട്ടേ ഇല്ല. കണ്ടന്റിനെ വിമർശിച്ചിട്ടുണ്ട് ഞാൻ. അത് എന്തുകൊണ്ട് ഈ മൂല്യം നിങ്ങൾ കാണുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ അതിൻ്റെ കണ്ടന്റിനെ വിമർശിച്ചത്. ഒരു സിനിമ സമൂഹത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ അവസ്ഥയ്ക്ക് മൊത്തം ഉത്തരവാദിയാവുന്ന സാഹചര്യമുണ്ടോ കേരളത്തിൽ? ഇല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഒരിക്കലും ഒരു സിനിമ കൊണ്ട് മാത്രം ഒരു സിനിമ മുഴുവൻ അല്ല ഒരു സമൂഹം മുഴുവൻ ചീത്തയാവുന്നോ അല്ലെങ്കിൽ ഒരു നല്ല സിനിമ വന്നുകൊണ്ട് സ്വദേശ സിനിമ വന്നുകൊണ്ട് സമൂഹം മുഴുവൻ നന്നായി പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് കൊച്ചു കൊച്ചു സ്വാധീനങ്ങൾ എല്ലാത്തിനും ഇപ്പം നിങ്ങളുടെ വാർത്തകൾ പോലും നിങ്ങൾ വാണിജ്യവൽക്കരിക്കുന്നില്ലേ? നിഷേധിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു ചാനൽ ന്യൂസ് ചാനലിലും നിഷേധിക്കാൻ പറ്റില്ല. നിങ്ങളത് വാണിജ്യവൽക്കരിക്കുന്നുണ്ട്. കാരണം ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ ചില വാർത്തകൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചില സിനിമകൾ അതിൻ്റെ ഒരു ദുസ്സൂചനകൾ സമൂഹത്തിലുണ്ടാകുന്നുള്ളത് വളരെ സത്യമാണ്. അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ഉത്തരവാദിത്വം എന്നുള്ള രീതിയിലല്ല, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ ഫിലിം മേക്കർ എന്നുള്ള രീതിയിലല്ല സംസാരിച്ചിട്ടുള്ളത്. താരപ്രഭ ഏതെങ്കിലും തരത്തിൽ സിനിമയെ പിന്നോട്ടടിക്കാൻ കാരണമാകുന്നുണ്ടോ? ഈ താരത്തിന് വേണ്ടി സിനിമകൾ ഉണ്ടാകുന്നു, അതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു താരത്തിൻ്റെ താരമൂല്യം നിലനിർത്താൻ വേണ്ടി സിനിമകൾ ഉണ്ടാകുന്നു, അത് പുതിയ തലമുറ ഇപ്പോൾ അതേപോലെ പകർത്തുന്നു. അവിടെയാണ് പ്രശ്നം വരുന്നത്. മുമ്പ് സിനിമ അങ്ങനെയല്ലായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാലോ. കമലും അതിനകത്തൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആളല്ലേ? ഒരുപക്ഷെ മലയാള സിനിമയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലോ തന്നെ നിർണായകമായ ചുവടുവെപ്പ് വെക്കാൻ കഴിയുന്ന ഒരു സംവിധായകൻ്റെ കാലിബർ കമലിനുണ്ടായിരുന്നു. അപ്പം നിരവധി സിനിമകൾ എൻ്റെ മധുര നമ്പരക്കാറ്റ് പോലുള്ള എന്തൊക്കെയോ കച്ചവടത്തിൻ്റെ ഒരു ഫോർമുലയോ അല്ലെങ്കിൽ വിജയിക്കണം എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു ആഗ്രഹത്തിൻ്റെ ഒക്കെ പുറത്ത് എവിടെയൊക്കെ വെച്ച് കഥകൾ തന്നെ ഡിബേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ള തോന്നലാണ്. അപ്പോൾ അങ്ങനെ ഒരു വഴി തുറന്നു കൊടുക്കാൻ ഒരു മുതിർന്ന സംവിധായകൻ എന്നുള്ള നിലയിൽ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, എൻ്റെ ഒരു ശ്രമം, ഒറ്റപ്പെട്ട ശ്രമം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റില്ല. കാരണം സിനിമയിൽ കൂടെ അല്ലെങ്കിൽ പോലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, അതാണ് സത്യം. പക്ഷേ നമുക്ക് ചില പരിമിതികളുണ്ട് ഒരുപാട്. കാരണം ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, ഒരു കുത്തൊഴുക്കിനെ അതിനെ ഓവർകം ചെയ്തിട്ട് നമുക്ക് പറയാമെന്ന് വെച്ചാൽ നമ്മൾ വഴിമാറി നടക്കാനേ പറ്റുള്ളൂ. വഴിമാറി നടക്കലല്ലാതെ ഇതിൻ്റെ ഒപ്പം നിന്നിട്ട് പ്രതിരോധിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത് നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പെട്ടെന്ന് ഞാൻ ഓപ്പണായിട്ട് ഇവിടെ എനിക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ. എല്ലാം പരീക്ഷണങ്ങൾ നടത്തുകയും പുതിയ ധാര തുറക്കുകയും ഒക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരാണ് കൂടുതലും മലയാളത്തിൽ. എന്തുകൊണ്ടാണ് മുതിർന്നവർ ഇത്ര കാലത്തെ അനുഭവപരിചയം ഉണ്ടായിട്ടും സിനിമയെ വേറെ വഴിയിലേക്ക് തിരിക്കാനുള്ള ശ്രമം നടത്താത്തത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ പുതിയ തലമുറയിൽപ്പെട്ട ഒരു പരീക്ഷണം നടത്തുമെന്ന് പറയുന്നില്ലേ? ഈ മുതിർന്നവർ ആദ്യകാലത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ കാണുന്ന ഒരു വിഷയം എനിക്കൊരു വിഷയമല്ല, അതാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ പ്രേമം എന്ന് പറയുന്ന സിനിമ, ആ പ്രേമത്തിന് പറയുന്ന സിനിമയിലെ വിഷയം ആ സിനിമ ചെയ്ത സംവിധായകനെ സംബന്ധിച്ചോളം, എഴുത്തുകാരനെ സംബന്ധിച്ചോളം, നടന്മാരെ സംബന്ധിച്ചോളം വലിയ വിഷയമായിരിക്കും. കാരണം അവർക്ക് പരിചിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അവരുടെ കോളേജ് ജീവിതം, അവരുടെ കൗമാരകാലമൊക്കെയാണ് അവർ സിനിമയിൽ പറയുന്നത്. അപ്പം ഞങ്ങളുടെ കാലം അതിൽ നിന്ന് മാറും. അപ്പം ഞങ്ങൾക്കത് വിഷയമല്ല, ഞങ്ങൾ വേറെ വിഷയങ്ങൾ തേടില്ലാണ്ട് ഞങ്ങൾക്ക് മാർഗ്ഗമില്ല. എനിക്ക് എന്നെ ഇൻസ്പയർ ചെയ്യുന്ന വിഷയം ഉണ്ടാവേണ്ടത്. അതിൻ്റെ പ്രായവും കാഴ്ചപ്പാടുമാണ് ഇതിൻ്റെ പ്രായം എന്നല്ല ഞാൻ അതിന് പറയുന്നത്. പ്രായം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ലോകത്തിൽ ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, 80 വയസ്സിലാണ് കുറച്ച് ഡ്രീം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ലിജോ ജോസ് പല്ലിശ്ശേരി, ആഷിഖ് കപൂർ, രാജീവ് രവി, അങ്ങനെ വലിയ പ്രതിഭകൾ തന്നെ ഇപ്പോൾ ഉദയം കൊണ്ടിട്ടുണ്ടെന്നും അവർ കുറെ കൂടി ധീരമായി പരീക്ഷണം നടത്താൻ തയ്യാറാവുന്നു എന്നും നമ്മൾ പറയേണ്ടി വരില്ലേ അവരുടെ ചില സിനിമകളെങ്കിലും? അല്ല, ചില സിനിമകൾ, അതാണ് പറയുന്നത്, ചില സിനിമകൾ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞത്, നമുക്ക് കമ്പയർ ചെയ്യാൻ ഇനി സമയം കഴിയട്ടെ, അവിടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ അവരൊന്നും കുറച്ച് കാണുകയല്ല, ഇവരുടെ സംഭാവനകളെ കുറച്ച് കാണുകയല്ല. പക്ഷേ നമ്മൾ ഒന്നോ രണ്ടോ സിനിമ വെച്ചിട്ട് ഒരാൾ വിലയിരുത്താനായിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ ഇനി എനിക്ക് സിനിമ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞവർ മാറി നിൽക്കണില്ലല്ലോ, അവർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഒരു 10 വർഷം കഴിഞ്ഞാൽ പുതിയൊരു തലമുറ വരുമ്പോൾ അവർക്ക് ഈ പരീക്ഷണങ്ങൾ വീണ്ടും നടത്താൻ കഴിയുമെന്നുള്ളിടത്താണ് പ്രസക്തി ഉണ്ടാകുന്നത്. കാരണം 10 വർഷം കഴിയുമ്പോൾ പുതിയ തലമുറ വരും, അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ പുതിയ തലമുറ വരും. അവർക്ക് പുതിയ കാലഘട്ടത്തിൽ നിന്ന് പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയ താരമായി നിൽക്കുന്ന ആളുകളെ തന്നെ താങ്കൾ അല്ലാത്ത അവരുടെ അഭിനയശേഷിയെ പരീക്ഷിക്കാൻ ശ്രമിച്ചിട്ട്, ഇപ്പോൾ കറുത്ത പക്ഷികളിൽ താങ്കൾ സലീം കുമാറിനെ അല്ലെങ്കിൽ മമ്മൂട്ടിയെ ഉപയോഗിച്ച രീതി ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ വാണിജ്യ തടസ്സങ്ങൾ ആലോചിക്കാറുണ്ടോ? അല്ല, എന്നെ അങ്ങനെ അലട്ടാറില്ല അത്. അപ്പോൾ ചിലപ്പോൾ നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ചില താല്പര്യങ്ങളുണ്ടാവും, കാരണം താരത്തെ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാനതിന് നിൽക്കാറില്ല.
അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്കത് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഞാനത് തുറന്നു പറയാം. ഞാൻ നിർമ്മാതാവിനോട് പറയുന്നത് എൻ്റെ ബലഹീനതയാണ്. ഇപ്പോൾ ഒരു താരത്തെ എന്താ പറയുക ജ്വലിപ്പിച്ച് നിർത്തി സ്ക്രീനിൽ അവതരിപ്പിക്കാനുള്ള ശേഷി എനിക്കില്ല. അത് എൻ്റെ ബലഹീനതയായിരിക്കും. ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ എൻ്റെ കാഴ്ചപ്പാട് അതല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് നിൽക്കാറില്ല. അപ്പോൾ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നിർമ്മാതാക്കളൊന്നും എന്നോട് ഒരിക്കലും അത് ആവശ്യപ്പെടാറില്ല. കാരണം എന്നിൽ നിന്ന് അത് കിട്ടില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടായിരിക്കാം. ഒരു താരം എന്നോട് ആവശ്യപ്പെടാറില്ല എന്നെ അങ്ങനെ കാണിക്കണം. ഇനി എന്താണ് എൻ്റെ സിനിമ എന്നുള്ളത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞോ? അയാൾ കഥ എഴുതുകയാണ് പോലെയുള്ള, അല്ലെങ്കിൽ നിറം പോലെയുള്ള ഒരു സിനിമ ഇനി ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ നിറം പോലെയുള്ളൊരു സിനിമ ചിലപ്പോൾ എനിക്ക് ഇനി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പുതിയ തലമുറയെ കാണാതെ പോകുന്നതുകൊണ്ടല്ല, കുറച്ചും കൂടിയും അത്തരം വിഷയങ്ങൾ പോരാ ഇനി സിനിമയിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആ മാറ്റം. ഒരു എഴുത്തുകാരനുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടിയും സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളും സിനിമയിൽ അധികം കൈകാര്യം ചെയ്യാത്ത, അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്ന ചില വിഷയങ്ങൾ സിനിമയിൽ അവതരിപ്പിക്കണമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും ഒക്കെ വരുന്ന കാലഘട്ടം നോക്കുമ്പോൾ ഒരു സിനിമയിലെ സംവിധായകന്മാരുടെ കാര്യത്തിൽ മുത്തച്ഛനായിട്ടുണ്ട് ശ്രീ കമൽ. പക്ഷേ കമലിനെ കുറിച്ച് ശിഷ്യന്മാർ തന്നെ പറയുന്നത് വലിയൊരു ക്രൗഡിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നൊരു ഡയറക്ടറാണ് എന്നുള്ളത്. ഒരു 100 പേര് ഫ്രെയിമിലുണ്ടെങ്കിൽ ആ 100 പേരെയും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നൊരു, ആ നിലയിൽ ശക്തി എന്താണ്, ബലഹീനത കണ്ടല്ലോ, ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ല, ഞാൻ എന്നെ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ഫ്രെയിമിനെ കുറിച്ച്, ഞാൻ എടുക്കുന്ന ഒരു ഫ്രെയിമിനെ കുറിച്ച് വളരെ ബോധവാനാണ്. ആ ഫ്രെയിമിന് എന്ത് ആവശ്യമുണ്ട് അതേ ഞാൻ കൊടുക്കാറുള്ളൂ. അത് കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ 100 പേര് ഒരു ഫ്രെയിമിലുണ്ടെങ്കിൽ ആ 100 പേരെ എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അത് ഏത് വലിയ താരം വന്നാലും ശരി, ആ താരത്തിനെ ആ കഥാപാത്രത്തിലേക്ക് ഒതുക്കി നിർത്താനുള്ള സംവിധാനം എന്നുള്ള ശക്തി എനിക്കുണ്ടെന്നുള്ളൊരു വിശ്വാസക്കാരനാണ്. പിന്നെ എനിക്ക് തോന്നുന്നത്, എനിക്ക് ഒരു പരിധിവരെയെങ്കിലും സിനിമ എങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാമെന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടിലൊരു നിശ്ചയമുണ്ട്. അതിനനുസരിച്ചുള്ള വിഷയത്തെ മാത്രമേ ഞാൻ സമീപിക്കാറുള്ളൂ. അല്ലാത്ത വിഷയത്തിലേക്ക് ഞാൻ പോകാറില്ല. മമ്മൂട്ടിയെ മോഹൻലാലിനെയും ഒരുപോലെ പരീക്ഷിച്ചിട്ടുള്ള ആളാണല്ലോ. ഈ രണ്ട് നടന്മാരെ എങ്ങനെയാണ് താങ്കൾ താരതമ്യം ചെയ്യുക? നമുക്കങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ പരിമിതികൾ, നടൻ്റെ സാധ്യതകൾ ഒരുപാട് പേര് പലതരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് മോഹൻലാലിൻ്റെ അടുത്തുണ്ട്. അതെല്ലാം ഓഡിയൻസ് സ്വീകരിച്ചിട്ടുണ്ട്. അവരെ താരങ്ങളായി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിമിതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവരും തിരിച്ചറിയേണ്ടത് അതാണ്. കാരണം അവർ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച നടന്മാരാണ്. ആ സാധ്യതകൾ ഇനിയും ഉപയോഗിക്കാൻ ബാക്കിയുണ്ട്. അതിലേക്ക് അവരും നമ്മളും ഒരുമിച്ച് തയ്യാറാണെന്ന് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് അവരെ പരസ്പരം താരതമ്യം ചെയ്യാനായിട്ട് ഞാൻ ആളല്ല, എനിക്കതിന് കഴിയില്ല. ആദ്യം എനിക്ക് തോന്നുന്നത് കമൽ കൂടുതലായും മോഹൻലാലിനെയാണ്, പിന്നീടാണ് മമ്മൂട്ടിയിലേക്ക് വന്നത്. ഇപ്പം അഴകിയ രാവണൻ, അത് കഴിഞ്ഞ് പിന്നെ പ്രാഞ്ചിയേട്ടന് സമാനമായ വിധത്തിലുള്ളൊരു ക്യാരക്ടർ. യഥാർത്ഥത്തിൽ ഈ രണ്ട് താരങ്ങൾ ഇപ്പോൾ പ്രായമായി വരികയാണല്ലോ, എല്ലാവർക്കും പ്രായമായേ പറ്റൂ. ഇവർക്ക് നിങ്ങളൊക്കെ തന്നെയും വേണ്ടത് കൊടുത്തിട്ടുണ്ടോ? ചില വേഷങ്ങൾ വരുമ്പോഴാണ്, ഇപ്പോൾ ഇരുവർ എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണുമ്പോഴാണ് മോഹൻലാലിൻ്റെ റേഞ്ച് എവിടം വരെ എത്താം എന്നുള്ള തോന്നലുണ്ടാകുന്നത്. മമ്മൂട്ടിക്ക് ഈ പറയുന്ന വിധത്തിൽ പ്രാഞ്ചിയേട്ടനോ അല്ലെങ്കിൽ അഴകിയ രാവണനോ ഏത് നിലയിൽ പോലുള്ള കഥാപാത്രങ്ങൾ എടുക്കാൻ മമ്മൂട്ടിയെ പോലുള്ളൊരു ഭയങ്കര ഔദ്ധത്യം കാണിക്കുന്നു, പുറമേ പ്രതീതിയുള്ള ആൾ തയ്യാറാകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് നടന്മാർക്ക് വേണ്ടത് നൽകാൻ നമ്മുടെ സംവിധായക സമൂഹം തയ്യാറായിട്ടുണ്ടോ? ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ അവരുടെ സിനിമകൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ തന്നെ ഈ സംവിധായക സമൂഹത്തിൻ്റെ സംഭാവന കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ തരത്തിലും. പക്ഷേ ചില ബ്രാൻഡിലേക്ക് അവരെ കൊണ്ട് തളയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അവരും കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തിന് നമുക്കറിയാം ഇന്ന് മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രായം കൊണ്ടും അവർ സൗന്ദര്യം കൊണ്ടും, ശരീരത്തിൻ്റെ സൗന്ദര്യം കൊണ്ടും ഇന്നും ചെറുപ്പക്കാരനായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി. അപ്പോൾ ആ ചെറുപ്പം നിലനിർത്തിക്കൊണ്ടുള്ള കഥാപാത്രങ്ങളെ കാണാനാണ് മമ്മൂട്ടിയുടെ ഭൂരിപക്ഷം പേര് ആയിട്ടുള്ള പ്രേക്ഷകരും ആഗ്രഹിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എനിക്കറിയില്ല, അത് സത്യമാണെന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന് മമ്മൂട്ടിയോട് സംസാരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടം എനിക്കൊരു സ്ക്രീൻ ഏജ് ഉണ്ട്, അത് 35-നും 40-നും ഇടയിലാണ്, അതിനപ്പുറത്തല്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാൻസും പറയുന്നുണ്ട്. അപ്പം നമുക്ക് പരിമിതികൾ അവിടെ ഉണ്ടാകുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് അദ്ദേഹത്തിന് കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ അങ്ങനെയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്, സിനിമയിലുള്ളവരും വിശ്വസിക്കുന്നുണ്ട്. അതുപോലെയുള്ള ചില ബ്രാൻഡുകളിലേക്ക് മോഹൻലാലും ഒതുക്കപ്പെടുന്നുണ്ട്. ചില കഥാപാത്രങ്ങൾ, അമാനുഷിക പരിവേഷമുള്ള കഥാപാത്രങ്ങളിലേക്ക് മോഹൻലാലെ കൊണ്ടുവന്നിട്ട് ലാലിന് ഉണ്ടായിട്ടുള്ളൊരു സ്ക്രീൻ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനേക്കാളും വലുതായിപ്പോയി. അപ്പോൾ കൊച്ചു കഥാപാത്രങ്ങളിലേക്ക്, ചിലപ്പോൾ കൊച്ചു ഉദ്ദേശിക്കുന്ന കഥാപാത്രം ചെറുതല്ല, നമ്മൾ നേരത്തെ പറയുന്നത് താരപരിവേഷമുള്ള കഥാപാത്രങ്ങളല്ലാതെ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു വീർപ്പുമുട്ടൽ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതൊരു സത്യം തന്നെയാണ്. അതിനൊരു ഉദാഹരണമാണ്. ഞാനിത് ഈ ഫാൻസ് അസോസിയേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ
മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ചില സിനിമകൾ ഉദാഹരണമായിട്ട് ഞാനത് പറഞ്ഞു. ഇപ്പോൾ രാജമാണിക്യം എന്ന് പറയുന്ന സിനിമ സൂപ്പർ ഹിറ്റാക്കിയ സെയിം ടൈമിലാണ് ഒരേ കടൽ എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത്, ഏകദേശം ഒരേ കാലഘട്ടത്തിൽ. ഇത് രണ്ടും മമ്മൂട്ടി അഭിനയിച്ചാണ്, ഉജ്ജ്വലമായിട്ട് അഭിനയിച്ച രണ്ട് കഥാപാത്രം. എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ ഫാൻസ് രാജമാണിക്യത്തെ വിജയിപ്പിക്കുന്നു, ഒരേ കടലിൽ കാണാതെ പോകുന്നു? ഒരേ കടലിൽ ഉഗ്രനായിട്ട് അഭിനയിച്ചിട്ട് പോലും ആ സിനിമ കാണാതെ പോകുന്നില്ല. അതേസമയം മോഹൻലാലിൻ്റെ തന്നെ അതേ കാലഘട്ടത്തിൽ പരദേശി എന്ന് പറഞ്ഞ സിനിമ വന്നു, അല്ലെങ്കിൽ അതുപോലുള്ള മോഹൻലാൽ ഉജ്ജ്വലമായിട്ട് അഭിനയിച്ച സിനിമകൾ അത് കാണാൻ ഫാൻസുകാർ പോകുന്നില്ല. അപ്പോൾ ഫാൻസുകാർ എന്തിനാണെന്ന് ഞാനൊന്ന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത്തരം സിനിമകളെ വിജയിപ്പിക്കുമ്പോഴാണ് മമ്മൂട്ടിക്ക് മോഹൻലാലിനും ഫാൻസ് ഉണ്ടാകേണ്ടത്. ഈ ടൈലറിങ് യഥാർത്ഥത്തിൽ താരങ്ങളോ അവരെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ഫാൻസോ ആണോ ചെയ്യുന്നത്, അതോ നിങ്ങൾ സംവിധായകർ കുറേ പേർ മമ്മൂട്ടിക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് മമ്മൂട്ടിക്ക് കൊണ്ടു കൊടുക്കുകയാണ്? അതേസമയം തന്നെ മമ്മൂട്ടി വ്യത്യസ്ത ഒരു കഥാപാത്രമായി ചെല്ലുന്ന സംവിധായകനെ സ്വീകരിക്കുന്നുമുണ്ട്. ഇതെല്ലാം കൂടി കൂടിച്ചേരുന്നതാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇപ്പോൾ ഒരാളെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ അവരെ തന്നെ അവരുടെ ഒരു ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മമ്മൂട്ടിയുടെ മോഹൻലാലിനോട് സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, അവർ തിരഞ്ഞെടുക്കുന്ന കഥകളിൽ തന്നെ പല വൈവിധ്യമുണ്ട്. ഒന്ന്, അവർക്ക് ഈ പറയുന്ന അഭിനയശേഷിയുള്ള, നേരത്തെ പറഞ്ഞ മാതിരി അവർക്ക് വെല്ലുവിളിയാവുന്ന കഥാപാത്രങ്ങൾ അവർ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ താരമൂല്യം നിലനിർത്താൻ വേണ്ടി അവർ ഈ വാണിജ്യ കഥാപാത്രങ്ങളിലേക്ക് അവരും തയ്യാറാവുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ എടുത്തു, ഇനി അങ്ങോട്ടും സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൂടുതൽ കമ്മിറ്റ്മെൻറ്റുള്ള സിനിമകൾ എടുക്കണമെന്ന് പറയുന്നു. ഒരു രാഷ്ട്രീയക്കാരനായി മാറുക എന്ന ആഗ്രഹമുണ്ടോ? ഒരു ജനപ്രതിനിധിയാവുക അങ്ങനെയൊക്കെ ഉണ്ടോ സ്വയം? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. എനിക്കത് പറ്റാത്തൊരു ഏരിയ ആണെന്നുള്ളത്. എന്തുകൊണ്ട് പറ്റാത്തൊരു ഏരിയ ആവുന്നത്? എന്തുകൊണ്ട് കമലിന് ഒരു സാമൂഹ്യ സേവകന്, ഒരു രാഷ്ട്രീയ സേവകനാകാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ സിനിമയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു പക്ഷേ മുഴുവൻ സമയ ഒരു എന്താ പറയുക, ജനങ്ങളെ സേവിക്കുക എന്നൊക്കെ പറയില്ല, നമ്മൾ സേവിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. ഒരുപക്ഷെ എൻ്റെ കലാപ്രവർത്തനം നിർത്തിവെച്ചിട്ട് എനിക്കതിന് പോയാൽ എനിക്ക് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരും. അല്ല, മുഖ്യധാരയിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി, ഇന്നസെൻ്റ് ഇവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോഴും. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നില്ല. ഇന്നസെൻറ്റിനെ സംബന്ധിച്ചോളം ഇന്നസെൻറ്റിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, അദ്ദേഹത്തിന് ചില വിശ്വാസ പ്രമാണം, അതനുസരിച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അദ്ദേഹം ജയിച്ചു, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ, സുരേഷ് ഗോപിയുടെ പടം സംവിധാനം ചെയ്യുന്നവർ തന്നെ പറയുന്നത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം തങ്ങൾക്ക് ഭാരമാകുന്നുവെന്ന്. അങ്ങനെയുണ്ടോ? ഒരു സിനിമാക്കാരന് രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല, ഉണ്ടായാൽ അത് ഭാരമാവുമോ എന്ന് പറയാൻ പറ്റില്ല. നിലപാടുകളാണ് അതിൻ്റെ അകത്ത് പ്രശ്നം. ഇപ്പം മുരളിക്ക് ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയം, വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. സിനിമയിൽ ഒരു നടൻ്റെ ഏറ്റവും മാർക്കറ്റുള്ള ഒരു പീക്ക് പീരീഡിലാണ് അദ്ദേഹം VM സുധീറിനെതിരെ ആലപ്പുഴയിൽ മത്സരിച്ചത്. അന്ന് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന സമയം. പക്ഷേ അദ്ദേഹത്തിൻ്റെ താരമൂല്യം അന്നത്തെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല, തിരിച്ചും ഉണ്ടായിട്ടില്ല. ഇവിടെ സുരേഷ് ഗോപിയുടെ നിലപാടുകളാണ് പ്രശ്നം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സുരേഷ് ഗോപിയുടെ നിലപാട്, അങ്ങനെ ഒരു നിലപാട് ഒരു സിനിമക്കാരനുണ്ടാകാൻ പാടില്ല, അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പ്? ഇപ്പോൾ നരേന്ദ്രമോദിയെ പ്രീണിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, എനിക്കതിനോട് തീരെ യോജിപ്പുള്ള ഒരാളല്ല ഞാൻ. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മോദി ഇവിടെ വികസനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടിമയാകും എന്ന് ഒരു കലാകാരൻ പറയുമ്പോൾ ആ കലാകാരനെ ഞാൻ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുള്ളൂ. അതായത് മതപരമായ ഒരു ഘടനയിൽ, ഒരു മതത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു കലാകാരന് അംഗമാകാൻ കഴിയില്ല, അതിനോട് ആഭിമുഖ്യം പ്രാപിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ്, അതിനെല്ലാം ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളൊരു പ്രത്യേക ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഏറ്റവും ക്രൈസിസ് അനുഭവിക്കുന്ന ഒരു സാംസ്കാരിക ഫാസിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, അതൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ അയാളെ നേരിട്ട് ബാധിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ അത് നമ്മളൊക്കെ ഇങ്ങനെയുള്ള വ്യക്തിപരമായിട്ടെങ്കിലും എതിർക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രശ്നം. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗജേന്ദ്ര ചൗഹാൻ എന്ന് പറയുന്ന ആ പോസ്റ്റിലിരിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്ത ഒരാളെ നിർബന്ധപൂർവ്വം ആ പോസ്റ്റിലേക്ക് എത്രയോ മാസങ്ങളായിട്ട്, എത്രയോ കാലമായിട്ട് വിദ്യാർത്ഥികൾ അവിടെ സമരം ചെയ്യുമ്പോൾ അതിനെന്ത് നിലപാടാണ് സുരേഷ് ഗോപിക്ക് പറയാനുണ്ടാവുക? അങ്ങനെ ഒരു നടന് സ്വാഭാവികമായും ആരാധകരുടെ ഒരു റിജക്ഷൻ ഉണ്ടാകും എന്നുള്ളത് ശരിയാണ്. അതായത് സുരേഷ് ഗോപി ചിത്രത്തിൽ സുരേഷ് ഗോപി ഒരു ഭാരമാകുന്ന നില വരും ഇങ്ങനെയുള്ള നിലപാടുകൾ എടുത്താൽ എന്നെനിക്ക് അഭിപ്രായമില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ വെച്ചിട്ട് ആ തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ നമ്മളെപ്പോഴും ഒരു പക്ഷം പിടിച്ചു കഴിഞ്ഞാൽ കലാകാരന് ദോഷമുണ്ടായിട്ടുള്ളത് നമുക്ക് ഒരുപാട് കാലത്തിൽ വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയവും ഇതും ഉണ്ടാകാത്ത ദോഷം എന്തുകൊണ്ട് സുരേഷ് ഗോപിക്കുണ്ടാകുന്നു? അതിന് കാരണമുണ്ട്. മുരളി എടുത്ത നിലപാട് എന്താണ്? മുരളി വളരെ സെക്യുലറായിട്ടുള്ള
കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോയതാണ്. അതും ഇത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. ഈ അപകടകരമായ സാഹചര്യത്തിൽ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPIM എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷ ചിന്താഗതികൾ, കാരണം ഇതിന് ബദലാകാൻ അതിനെ കഴിയുള്ളൂ എന്നുള്ളതാണ് ഞാൻ എല്ലാ കാലത്തും വിശ്വസിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് CPM സംഭവിച്ചിട്ടുള്ള അപജയങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വേദിയല്ലല്ലോ ഇത്. അത് ഞാൻ പറയുന്നുമില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഇന്നും കേരളത്തിനെ സംബന്ധിച്ചുള്ളെങ്കിലും ഇതിനെ പ്രതിരോധിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്കേ കഴിയൂ എന്നുള്ള ഒരു അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യാതൊരു സംശയമില്ല. ഏറ്റവും ഒടുവിൽ ഉട്ടോപ്പിയിലെ രാജാവിലെത്തി നിൽക്കുകയാണല്ലോ. നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സ്വന്തം സിനിമ ഏതാണ് മുന്നോട്ട് പോകുക? ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. 2-3 സിനിമകളേ ഉള്ളൂ. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ മാതിരിയോ അല്ലെങ്കിൽ സെല്ലുലോയിഡ് മാതിരിയോ അല്ലെങ്കിൽ പെരുമഴക്കാലം പോലുള്ള സിനിമകൾ തന്നെയാണ് ഞാനതിനെ അങ്ങനെ കാണുന്നത്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ സിനിമ എന്ന് വിളിക്കാവുന്ന സിനിമകളാണ്. അതിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. അത്തരം സിനിമകളുടെ വിജയത്തിനും അത്തരം സിനിമകളുടെ പരാജയത്തിനും. ഇപ്പോൾ ഗസൽ പോലുള്ള സിനിമകൾ അതിൻ്റെ പരാജയം, അതിന് സാമ്പത്തിക വിജയം ഇല്ലെങ്കിൽ പോലും അതിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി എന്ന് വിശ്വസിക്കുന്നവരാണ്. ഞാൻ എപ്പോഴും കമലിനോട് തന്നെ പറയാറുള്ളതാണ്, ഒരു ലോകോത്തര സിനിമ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ് കമൽ. അതിനെല്ലാ കഴിവും കമലിനുണ്ട്. പക്ഷെ അതുണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ ഉത്തരവാദിത്വവും കമലിനാണ്. അത് എനിക്ക് തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മധ്യവർത്തി സിനിമയിൽ തളയ്ക്കപ്പെട്ടു പോയി എന്നുള്ള ഒരു അവസ്ഥ എനിക്കുണ്ട്. ഞാൻ അംഗീകരിക്കുന്ന ഒരാൾ തന്നെയാണ്. എന്തെങ്കിലും അതിൽ നിന്നും കുതറി മാറേണ്ട ഒരു ഘട്ടം വന്നാൽ തീർച്ചയായിട്ടും അത്തരം ഒരു ശ്രമം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, ശിഷ്യന്മാരുടെ കാര്യത്തിലും അതുണ്ട്. ഇപ്പോൾ നിലവിലുള്ള സജീവമായി നിൽക്കുന്ന ആളുകൾ പോലും, ദിലീപ് മുതൽ ആഷിഖ് അബു, ലാൽ ജോസ് വരെയുള്ള ആളുകൾ തന്നെ അത്തരത്തിൽ താങ്കളുടെ സ്കൂളിൽ നിന്ന് വന്ന ആളുകൾ. പക്ഷേ ഇവരൊക്കെ വ്യത്യസ്തമായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിനെക്കുറിച്ച് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ അവരുടെ അടുത്ത് എൻ്റെ കൂടെ ഒരു സിനിമ പഠിക്കാനായിട്ട് വരുന്ന ഘട്ടത്തിലൊക്കെ അവരുടെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നെ അനുകരിക്കരുതെന്ന് പറയുക. ആദ്യമേ തന്നെ പറയുന്നത്, ഞാൻ ഷോട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ സിനിമ സങ്കല്പങ്ങളെ അനുകരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുതെന്ന് ഞാൻ ആദ്യം പറയുന്നത്. അങ്ങനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ശിഷ്യന്മാരുണ്ടെങ്കിൽ ഞാൻ കഴിയുന്ന അവരെ ഒഴിവാക്കാൻ ശ്രമിക്കാറ്. ഈ ശിഷ്യന്മാരുടെ കാര്യത്തിൽ ഒരു പൊസസീവ്നെസ് ഉണ്ടോ? ഇപ്പോൾ കമലിൻ്റെ ശിഷ്യനാണ് ഞാൻ, എൻ്റെ ശിഷ്യനാണ് ഇയാൾ എന്ന് പറഞ്ഞ് പലരും അതൊരു ഒരു ഗ്രൂപ്പാക്കാൻ നോക്കാറുണ്ട്. അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് എന്ന്. അങ്ങനെ കമലിന് ഒരു പൊസസീവ്നെസ് ഉണ്ടോ ഇവരോട് പ്രത്യേകിച്ച്? അങ്ങനെയൊന്നുമില്ല. കാരണം ഇവർക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ അതൊരു സൗഹൃദത്തിൻ്റെ പേരിൽ ഇപ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഇടപെടാറുണ്ട്. അതല്ലെങ്കിൽ ഞാൻ അതിനോട് ചേർന്ന് നിൽക്കാറുണ്ട്. അതിൻ്റെ തെറ്റും ശരിയും ഞാൻ നോക്കാറില്ല. അവരുടെ പ്രശ്നത്തിൽ ഞാൻ ഇടപെടുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ നമുക്കിപ്പോൾ ഒരു പക്ഷം ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ടൊരു ശ്രമമൊന്നും നടത്തേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങയുടെ ശിഷ്യന്മാരുടെ എണ്ണത്തിൽ വളരെ അധികമാണ്, പരാജയപ്പെട്ടവരുൾപ്പെടെ. എന്നെ ഒരു ടൂളായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ പറയാറുള്ളവർ. അപ്പോൾ അത് അനുസരിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞവർ എന്നെ അനുകരിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ആ സ്കൂൾ എന്ന് പറയുന്ന ഒരു ചിന്ത മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ സ്വതന്ത്രമായിട്ട് സിനിമ ചെയ്യുന്നതുകൊണ്ടാണ് വിജയിച്ചവരും പരാജയപ്പെട്ടവരൊക്കെ ഉണ്ടാകുന്നത്. മറ്റ് പല സംവിധായകരുടെ കീഴിൽ വന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ കുറേ വർഷങ്ങൾ അവരുടെ ഇതൊരു തൊഴിലായിട്ട് സ്വീകരിച്ച് നിൽക്കുന്നവരാണ് പിന്നീട് പരാജയപ്പെട്ടിട്ടുള്ളത് കൂടുതലും. അതായിരിക്കും കാരണം എന്ന് എനിക്ക് തോന്നുന്നു. കമലിൻ്റെ കൂടെ സഹസംവിധായകരായിരിക്കുന്നവർക്ക് കൂടുതൽ ആ സെറ്റിൽ റോൾ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടുതൽ ഇത്തരത്തിലുള്ള സംവിധായകർ വരാൻ കാരണമാകുന്നു. ലാൽ ജോസൊക്കെ പറയുന്നത് കമല് ഒരു 100-200 പേരിരിക്കുന്നതിൽ വെച്ച് മൈക്കിൽ കൂടെ ചീത്ത വിളിക്കും എന്നാണ്. അത്രയ്ക്ക് ഒരാളെ കറക്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം കമലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. ആ നിലയിൽ അവർക്കൊരു ഇൻവോൾവ്മെൻറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കാറ്. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ എത്ര 5-6 സഹസംവിധായകർ എൻ്റെ കൂടെ ഉണ്ടായാലും ഓരോരുത്തരും കൃത്യമായിട്ട് ഇന്ന നിങ്ങൾ ചെയ്യണം, എന്നാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും അതിന് ഉത്തരവാദിയാണ്. ഇപ്പോൾ കണ്ടിന്യൂറ്റി നോക്കുന്ന ഒരാൾ ഒരു കണ്ടിന്യൂറ്റി തെറ്റിക്കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി തെറ്റിയ ആളെല്ലാം ഞാൻ വഴക്ക് പറയാം. ഞാൻ എല്ലാവരും വഴക്ക് പറയും. കാരണം അത് നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്വമാണ് എന്നുള്ള ഒരു സംഭവം. അപ്പോൾ എപ്പോഴും അവർ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരിക്കും. എന്താ പറയുക, അലർട്ടായിരിക്കും. ആ അലർട്ടാവുക എന്നുള്ളത് സിനിമ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഒരാൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് തരുന്നത്, നിങ്ങൾക്ക് 2 കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മികവുണ്ടാവേണ്ടത്. സിനിമ പഠിച്ചു വരലല്ല പ്രധാനം, ഒന്ന് കോമൺ സെൻസ് ഉണ്ടാകുക എന്നുള്ളതാണ്. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ രംഗത്ത് വിജയിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ അലർട്ടായിരിക്കാം. വളരെയധികം നന്ദി ഇത്രയും നേരം മീറ്റ് ദ എഡിറ്റേഴ്സിൽ ചെലവഴിച്ചതിന്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.